ആൾബലം കൂട്ടുവാനും ആസ്തി വർദ്ധിപ്പിക്കുവാനും ലക്ഷ്യം വെച്ച് സുവിശേഷ വേല ചെയ്യുന്നതിനാലാണ് ഇന്ന് പലപ്പോഴും അതിനെ കുരിശ് കൃഷി എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നത്. നമ്മുടെ മനുഷ്യർക്ക് ഇന്ന് ആവശ്യം സ്നേഹവും കരുതലും ബഹുമാനവും ക്ഷമയും പ്രോത്സാഹനവും ഒക്കെയാണ്. ക്രിസ്തുവിലൂടെ ഇതൊക്കെ പ്രാപിച്ച ഒരുവൻ അല്ലാതെ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ ആരാലും സാധ്യമല്ല. അത് ചെയ്യുവാനുള്ള നിയോഗമാണ് ക്രിസ്തു നൽകിയിട്ടുള്ളത്. ജീവസന്ദേശത്തിലേക്ക് സ്വാഗതം. ക്രിസ്തുയേശുവിൻ്റെ പുനരുത്ഥാനം ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ശിലകളിലൊന്നാണ്. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമെന്നാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവ് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യഫലമായി ഉയർത്തെഴുന്നേറ്റതാണ് തന്നിൽ വിശ്വസിക്കുന്നവരും അവിടുത്തെ വരവെങ്കിൽ ഉയർത്തെഴുന്നേൽക്കും എന്നതിൻ്റെ ഉറപ്പ്. മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം 52 മുതൽ 28-ാം അധ്യായത്തിൻ്റെ 20 വരെയുള്ള വാക്യങ്ങൾ ഇന്ന് നമ്മൾക്ക് ചിന്തിക്കാം. ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണവും അതേ തുടർന്നുണ്ടായ സംഭവങ്ങളുമാകുന്നു നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായത്തിൻ്റെ 51-ാം വാക്യം വരെ നാം ചിന്തിച്ചു. 52-ഉം 53-ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു, നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റ് അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശേഷം കല്ലറകളെ വിട്ട് വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷമായി. വിശുദ്ധ മത്തായി മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന അത്ഭുതമാർന്നൊരു സംഭവം അത്ര ഇത്. ഇതേക്കുറിച്ച് കുറെ കൂടി കേട്ടിരുന്നെങ്കിലെന്ന് തോന്നുന്നില്ലേ? ഞാൻ കുറെ കൂടി പറയുമെന്ന് നിങ്ങൾ കരുതിയാൽ തെറ്റി. കുറെ കൂടി ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിലെന്ന് ഞാൻ കരുതിയിരിക്കുകയാണ്. എനിക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നത് വിശുദ്ധ മത്തായി പറഞ്ഞിരിക്കുന്നത് പോലെ സംഭവിച്ചു എന്ന് മാത്രമാണ്. മാത്രവുമല്ല, അന്ന് ഉയർത്തെഴുന്നേറ്റവർ ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തപ്പോൾ കൂടെ കൊണ്ടുപോയ വൃതന്മാരുടെ വലിയ സംഘത്തിൽ ഉൾപ്പെട്ടു എന്നത്രേ ഞാൻ ചിന്തിക്കുന്നത്. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 10 വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ അത്രേ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത്. ഇവിടെ 27-ാം അധ്യായത്തിൻ്റെ 52-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഭൂമികുലുക്കം വളരെ ബുദ്ധിപൂർവമായിട്ടുള്ള ഒരു കുലുക്കം തന്നെയായിരുന്നു. അല്ലാതെ സകലവും നശിപ്പിക്കുന്ന വിധത്തിൽ സാധാരണ ഉണ്ടാകുന്ന ഭൂമികുലുക്കം പോലെ ആയിരുന്നില്ല. ഞാനത് പറയാൻ കാരണം, ആ ഭൂമികുലുക്കത്തിൽ കല്ലറകൾ തുറന്നു, നിദ്ര പ്രാപിച്ചിരുന്ന വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റു. നോക്കണേ, എല്ലാവരും ഉയർത്തെഴുന്നേറ്റില്ല, ചിലത് ഉയർത്തെഴുന്നേറ്റു. അന്നേരം അത് പ്രത്യേക തരത്തിലുള്ളൊരു ഭൂമികുലുക്കമായിരുന്നില്ലേ? അവർ പലർക്കും പ്രത്യക്ഷമായി എന്ന് പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ഉയർത്തെഴുന്നേറ്റവരിൽ പലരെയും നേരിൽ കണ്ട അനേകരുമുണ്ടായിരുന്നു. അങ്ങനെ ചിന്തിക്കുവാൻ കാരണം, വിശുദ്ധ മത്തായി പറഞ്ഞിരിക്കുന്നതനുസരിച്ച് അവർ വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷരായി. എന്തുകൊണ്ടോ ഈ സംഭവിച്ചതൊന്നും നാം അത്ര കാര്യമാക്കാറില്ല. അതിനേക്കാൾ വലിയ പലതും നടന്നതിനാലായിരിക്കും അങ്ങനെ. പക്ഷേ എത്ര ആശ്ചര്യജനകമായിരിക്കുന്നില്ലേ? 54-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ശതാധിപനും അവനോടുകൂടെ യേശുവിനെ കാത്തുനിന്നവരും ഭൂകമ്പം മുതലായി സംഭവിച്ചത് കണ്ടിട്ട് അവൻ ദൈവപുത്രനായിരുന്നു സത്യം എന്ന് പറഞ്ഞ് ഏറ്റവും ഭയപ്പെട്ടു. വിശുദ്ധ മർക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാകുന്നു, അവനെതിരെ നിന്നിരുന്ന ശതാധിപൻ അവനിങ്ങനെ പ്രാണനെ വിട്ടത് കണ്ടിട്ട് ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു സത്യം എന്ന് പറഞ്ഞു. മർക്കോസ് 15:39. യേശുവിൻ്റെ മരണത്തോടനുബന്ധിച്ച അത്ഭുതങ്ങളുടെ ഒരു നിര തന്നെ സംഭവിക്കുകയും വളരെ വ്യത്യസ്തമായ വിധത്തിൽ യേശു തൻ്റെ ജീവനെ വെടിയുകയും ചെയ്യുന്നത് കണ്ട ശതാധിപന്
ഒരു സത്യം ഉറപ്പായത് എന്തെന്നാൽ ഈ മരിച്ചത് ദൈവത്തിൻ്റെ പുത്രനായിരുന്നു എന്നാണ്. ഞാൻ വിശ്വസിക്കുന്നത് ആ ശതാധിപൻ ഒരു ക്രിസ്തു വിശ്വാസിയായി തീർന്നു എന്നത്രേ. യേശുവിനെ ദൂരത്ത് നിന്ന് നോക്കിക്കൊണ്ടിരുന്നവർ ആരെല്ലാമായിരുന്നു എന്ന് ശ്രദ്ധിച്ചാട്ടെ. 55ഉം 56ഉം വാക്യങ്ങളിൽ ഗലീലയിൽ നിന്ന് യേശുവിനെ ശുശ്രൂഷിച്ചുകൊണ്ട് അനുഗമിച്ചു വന്ന പല സ്ത്രീകളും ദൂരത്ത് നിന്ന് നോക്കിക്കൊണ്ടിരുന്നു. അവരിൽ മഗ്ദലക്കാരത്തി മറിയയും യാക്കോബിൻ്റെയും യോസയുടെയും അമ്മയായ മറിയയും സബദിപുത്രന്മാരുടെ അമ്മയും ഉണ്ടായിരുന്നു. തുടർന്ന് യേശുവിനെ അരിമത്യക്കാരനായ യോസഫിൻ്റെ കല്ലറയിൽ അടക്കം ചെയ്യുന്നതാണ് നാം വായിക്കുന്നത്. 57-ാം വാക്യത്തിൽ നാം കാണുന്നത്, സന്ധ്യയായപ്പോൾ അരിമത്യക്കാരനായ യോസഫ് എന്ന ധനവാൻ താനും യേശുവിൻ്റെ ശിഷ്യനായിരിക്കയാൽ വന്നു. ഈ സംഭവം വരെ അരിമത്യയിലെ യോസഫ് യേശുവിൻ്റെ ഒരു ശിഷ്യനായിരുന്നുവെന്ന് നമുക്ക് എങ്ങു നിന്നും അറിയില്ല. ഇവിടെ കാണുന്ന വളരെ രസകരമായൊരു വസ്തുത എന്തെന്നാൽ ഇതുവരെയും യേശുവിനോടുകൂടെ ഉണ്ടും ഉറങ്ങിയും ജീവിച്ചിരുന്ന ശിഷ്യന്മാർ ചിന്നിച്ചിതറുവാൻ കാരണമായ അതേ സംഗതി മൂലം ഇതുവരെയും രഹസ്യമായിരുന്ന ശിഷ്യന്മാരെ യേശുവിനോട് അടുപ്പിച്ചു. 58-ാം വാക്യത്തിൽ നാം കാണുന്നത്, പീലാത്തോസിൻ്റെ അടുക്കൽ ചെന്ന് യേശുവിൻ്റെ ശരീരം ചോദിച്ചു. പീലാത്തോസ് അത് ഏൽപ്പിച്ചു കൊടുപ്പാൻ കൽപ്പിച്ചു. താൻ യേശുവിൻ്റെ ഒരു ശിഷ്യനാകുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത്ര യോസഫ് പീലാത്തോസിൻ്റെ അടുക്കൽ യേശുവിൻ്റെ ശരീരത്തിനായി ചെന്നത്. 59-ാം വാക്യത്തിൽ കാണുന്നത്, യോസഫ് ശരീരമെടുത്ത് നിർമ്മല ശീലയിൽ പൊതിഞ്ഞു. യേശുവിൻ്റെ ശരീരം സംസ്കരിക്കേണ്ടതിന് വേണ്ട ക്രമീകരണങ്ങൾക്കായി നിക്കോദിമോസ് യോസഫിനെ സഹായിച്ചുവെന്ന് വിശുദ്ധ യോഹന്നാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതുവരെയും അറിയപ്പെടാതിരുന്ന 2 ശിഷ്യന്മാർ ഇപ്പോഴിതാ പെട്ടെന്ന് വെളിച്ചത്ത് വരുന്നു. അത് യേശുവിൻ്റെ ശിഷ്യന്മാരെ തന്നെ ആശ്ചര്യപ്പെടുത്തി കാണും, അല്ലേ? ശിഷ്യന്മാരെന്ന് തന്നെ അവകാശപ്പെട്ടുകൊണ്ടാണ് അവർ പ്രത്യക്ഷപ്പെടുന്നത്. അതെ, യേശുവിൻ്റെ മരണത്തിന് ശേഷം അവനെ സ്പർശിച്ചിട്ടുള്ളതെല്ലാം യേശുവിനെ സ്നേഹിച്ചിരുന്ന ആളുകളുടെ കരങ്ങൾ മാത്രമായിരുന്നു. ഇത് സത്യമാണ്. ഇന്നും സ്നേഹിക്കുന്നവർക്ക് അവനെ സ്പർശിക്കാവുന്നതാണ്. അവനൊരു മിഥ്യയല്ല, ഒരു യാഥാർത്ഥ്യമാണ്. നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്ന വ്യക്തിയാണ് അവൻ. 60ഉം 61ഉം വാക്യങ്ങളിൽ, താൻ പാറയിൽ വെട്ടിച്ചിരുന്ന ഒരു പുതിയ കല്ലറയിൽ വെച്ചു. കല്ലറയുടെ വാതിൽക്കൽ ഒരു വലിയ കല്ല് ഉരുട്ടി വെച്ചിട്ട് പോയി. കല്ലറയ്ക്കെതിരെ മഗ്ദലക്കാരത്തി മറിയയും മറ്റേ മറിയയും ഇരുന്നിരുന്നു. യേശുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ആർദ്രതയോടുകൂടിയ ഈ പ്രത്യേക സംഭവം ശ്രദ്ധിക്കണം. അനേകം സഹോദരന്മാർ വിശ്വസ്തയോടെ ഒടുക്കം വരെയും ക്രൂശിനരികെ നിന്നു. അപ്പോസ്തലന്മാർ ഓടിപ്പോയപ്പോഴും ഈ സ്ത്രീകൾ വിശ്വസ്തരായി നിലകൊണ്ടു. 62 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ഒരുക്കനാളിൻ്റെ പിറ്റേ ദിവസം മഹാപുരോഹിതന്മാരും പരീശന്മാരും പീലാത്തോസിൻ്റെ അടുക്കൽ ചെന്നുകൂടി, യജമാനനെ, ആ ചതിയൻ ജീവനോടിരിക്കുമ്പോൾ 3 നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞ പ്രകാരം ഞങ്ങൾക്ക് ഓർമ്മ വന്നു. അതുകൊണ്ട് അവൻ്റെ ശിഷ്യന്മാർ ചെന്ന് അവനെ മോഷ്ടിച്ചിട്ട് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് ജനത്തോട് പറയുകയും ഒടുവിലത്തെ ചതിവ് മുമ്പിലത്തേതിലും വിഷമമായി തീരുകയും ചെയ്യാതിരിക്കേണ്ടതിന് 3-ാം നാൾ വരെ കല്ലറ ഉറപ്പാക്കുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. പീലാത്തോസ് അവരോട്, കാവൽക്കൂട്ടത്തെ തരാം, പോയി നിങ്ങളാൽ ആകുന്നിടത്തോളം ഉറപ്പുവരുത്തുവീൻ എന്ന് പറഞ്ഞു. അവർ ചെന്ന് കല്ലിന് മുദ്ര വെച്ച് കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി. യേശുക്രിസ്തു വാസ്തവമായി ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് ഉറപ്പാക്കി തരുന്ന ഒരു സംഗതിയാണ് ഈ ശത്രുക്കളുടെ പിടിവാശി. ക്രൂശീകരണമൊക്കെ കഴിഞ്ഞ് ഇനിയും ആരെങ്കിലും എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് ചിന്തിച്ച് യേശുവിൻ്റെ ശത്രുക്കൾ ഇട്ടിട്ട് പോയില്ല എന്ന് നാം കാണുന്നു. അങ്ങനെ യോസഫ് യേശുവിനെ തൻ്റെ സൗകര്യത്തിന് അടക്കിയ ശേഷം യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അതൊരു കെട്ടുകഥയാണെന്ന് പറയുവാൻ ശത്രുക്കൾക്ക് കൂടുതൽ അവസരം ലഭിച്ചേനെ. അത് കെട്ടിച്ചമച്ച കഥയാണെന്ന് എല്ലാവരും ചിന്തിച്ചേരും. പക്ഷേ റോമൻ ഗവൺമെൻറ് മുദ്ര വെച്ച ഒരു കല്ലറയ്ക്ക് റോമൻ ഗവൺമെൻറ് കാവൽ നിർത്തിയ ശേഷം അവൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ ശരീരം മോഷ്ടിച്ചുകൊണ്ട് പോയി എന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? അത് പറയുന്നവർ തന്നെ മണ്ടന്മാരല്ലേ? അങ്ങനെ തോന്നുന്നില്ലേ? യേശു ഒരു വിധത്തിലും വെളിയിൽ വരരുത് എന്നുള്ള കണക്ക് കൂട്ടലിൽ യേശുവിൻ്റെ ശത്രുക്കൾ വളരെയധികം പണിപ്പെട്ടു. പക്ഷേ അതെല്ലാം അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ അരക്കിട്ടുറപ്പിക്കുന്ന തെളിവുകളായി തീർന്നു എന്നുള്ളതാണ് രസം.
നോക്കണേ, ദൈവത്തിൻ്റെ വഴികൾ എത്ര ഉന്നതമാണ്. ശത്രുവിൻ്റെ തീഷ്ണത വാസ്തവത്തിൽ യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ സ്ഥിരീകരിക്കുകയാണ് ചെയ്തത്. ലോകത്തിൻ്റെ സകല പ്രത്യാശയും അരിമത്യക്കാരനായ യോസഫിൻ്റെ കല്ലറയിൽ മരിച്ചു കിടക്കുന്നു. മുദ്രവെച്ച കല്ലറയും വാളേന്തിയ റോമൻ പടയാളിയുടെ കാവലും അവൻ അവിടെ തന്നെ കിടക്കുമെന്ന് ഉറപ്പ് കൊടുക്കുന്ന വസ്തുതകളായിരുന്നു. എങ്കിലും രാജാവ് വാഗ്ദത്തം ചെയ്തിരുന്നത് താൻ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുമെന്നാണ്. രാജാവ് തൻ്റെ വാക്ക് പാലിക്കുക തന്നെ ചെയ്തു. അവൻ ഉയർത്തെഴുന്നേറ്റു. യേശുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ പൂർണ്ണമായൊരു വിവരണം സുവിശേഷ എഴുത്തുകാരിൽ ആരും തന്നെ നൽകുന്നില്ല എന്ന് നാം കാണുന്നുണ്ട്. എന്നാൽ 4 സുവിശേഷങ്ങളും കൂടി ബന്ധിപ്പിച്ച് ചിന്തിക്കുന്ന പക്ഷം പുനരുത്ഥാനത്തിൻ്റെ സ്പഷ്ടമായ ഒരു വിവരണം നമുക്ക് ലഭിക്കുന്നത് അത്രേ. അതൊന്ന് ചിന്തിക്കുന്നത് പ്രയോജനമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. 4 സുവിശേഷങ്ങളിലും കൂടി പറഞ്ഞിരിക്കുന്ന സംഭവങ്ങളുടെ ഒരു ക്രമം ഞാൻ ഇനിയും പറയുന്ന പ്രകാരമായിരിക്കും. 3 സ്ത്രീകൾ, മഗ്ദലക്കാരത്തി മറിയ, യാക്കോബിൻ്റെ അമ്മ മറിയ, ശലോമി എന്നിവർ കല്ലറയ്ക്കടുത്തേക്ക് തിരിച്ചു. യേശുവിൻ്റെ ശരീരത്തിന്മേൽ സുഗന്ധവർഗം പൂശുന്നതിനായി മറ്റ് ചില സ്ത്രീകളും അവരുടെ പിന്നാലെ തിരിച്ചു. ആദ്യം ചെന്ന 3 സ്ത്രീകൾ കല്ലറയുടെ വാതിൽക്കൽ വെച്ചിരിക്കുന്ന വലിയ കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നതായി കണ്ടു. ഈ വിവരം ശിഷ്യന്മാരെ അറിയിക്കുവാൻ മഗ്ദലക്കാരത്തി മറിയ വേഗം പുറപ്പെടുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 55 മുതൽ ഉള്ള വാക്യങ്ങളും യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങളിൽ നിന്നും ഉള്ള സംഭവങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. യാക്കോബിൻ്റെയും യോസയുടെയും അമ്മയായ മറിയ കല്ലറയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ കർത്താവിൻ്റെ ദൂതനെ അവർ അവിടെ കാണുന്നു. ഇത് കണ്ട മാത്രയിൽ സുഗന്ധവർഗവും കൊണ്ട് അവരെ അനുഗമിച്ചിരുന്ന സ്ത്രീകളെ കാണുവാൻ മറിയ ഓടുന്നു. അതേസമയം മഗ്ദലക്കാരത്തി മറിയ പറഞ്ഞതനുസരിച്ച് പത്രോസും യോഹന്നാനും കല്ലറയ്ക്കൽ വന്ന് നോക്കിയതിന് ശേഷം മടങ്ങിപ്പോകുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നാം ആ വിവരണങ്ങൾ കാണുന്നു. പിന്നെ കരഞ്ഞുകൊണ്ട് മഗ്ദലക്കാരത്തി മറിയ മടങ്ങി വരുന്നു. അപ്പോൾ 2 ദൂതന്മാരെ അവൾ കാണുന്നു. തുടർന്ന് യേശുവിനെയും യേശു ആകുന്നുവെന്ന് മനസ്സിലാക്കിയ മറിയ യേശുവിൻ്റെ ആജ്ഞപ്രകാരം ശിഷ്യന്മാരെ അറിയിക്കുവാൻ ഓടുന്നു. ഈ സമയത്ത് തന്നെ യാക്കോബിൻ്റെയും യോസയുടെയും അമ്മയായ മറിയ സുഗന്ധദ്രവ്യങ്ങളുമായി വന്നിരുന്ന സ്ത്രീകളെ കാണുകയും അവരോടൊപ്പം കല്ലറയ്ക്ക് അടുത്തെത്തുകയും ചെയ്തു. അവിടെ അവർ ആ 2 ദൈവദൂതന്മാരെ ദർശിച്ചു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങളിലും മാർക്കോസ് 16-ലും നാം അത് കാണുന്നു. അവർക്കും ദൂതന്മാരുടെ ദൂത് ലഭിച്ചു. അങ്ങനെ അവർ ശിഷ്യന്മാരെ അന്വേഷിച്ച് പുറപ്പെടുന്നു. ആ യാത്രയിൽ യേശുവിനെ അവർ കണ്ടുമുട്ടുന്നു. 28-ാം അധ്യായത്തിന് മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ അതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് പുനരുത്ഥാന ദിവസത്തിൽ സംഭവിച്ച വിവിധ സംഭവങ്ങൾ. ഇനിയും കർത്താവിൻ്റെ പ്രത്യക്ഷതകൾ ഏതൊക്കെയായിരുന്നുവെന്ന് നമുക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കാം. യേശു ഉയർത്തെഴുന്നേറ്റ ആ ദിവസം മഗ്ദലക്കാരത്തി മറിയയ്ക്ക് അവൻ പ്രത്യക്ഷനായി എന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 14 മുതൽ 18 വരെ കാണുന്നു. രണ്ടാമതായി ദൂതന്മാർ നൽകിയ വചനത്തിൻ്റെ വെളിച്ചത്തിൽ കല്ലറയ്ക്കൽ നിന്നും മടങ്ങിപ്പോയിക്കൊണ്ടിരുന്ന സ്ത്രീകൾക്ക് യേശു പ്രത്യക്ഷനായി. മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 8 മുതൽ. മൂന്നാമതായി അവൻ പത്രോസിന് പ്രത്യക്ഷനായി എന്ന് ലൂക്കോസ് 24-ന്റെ 34-ലും 1 കൊരിന്ത്യർ 15-ന്റെ 5-ലും നാം വായിക്കും. ചിലപ്പോൾ കർത്താവ് ഉയർത്തെഴുന്നേറ്റ ദിവസം ഉച്ച കഴിഞ്ഞായിരിക്കും ഈ പറഞ്ഞ പ്രത്യക്ഷത. നാലാമതായി എമ്മൗസിലേക്ക് പോയിരുന്ന 2 ശിഷ്യന്മാർക്ക് വൈകുന്നേരം അവൻ പ്രത്യക്ഷമായി. ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൽ 13 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. അഞ്ചാമത് തോമസ് ഒഴികെയുള്ള അപ്പോസ്തലന്മാർ കൂടിയിരുന്നിടത്ത് അവൻ പ്രത്യക്ഷപ്പെട്ടു. ലൂക്കോസ് 24-ലും യോഹന്നാൻ 20-ലും നാം അത് കാണും. താൻ ഉയർത്തെഴുന്നേറ്റ ആ ദിവസം തന്നെ 5 വ്യത്യസ്ത പ്രത്യക്ഷതകൾ. 8 ദിവസം കഴിഞ്ഞിട്ട് തോമസും കൂടിയിരിക്കുമ്പോൾ അപ്പോസ്തലന്മാർക്ക് യേശു വീണ്ടും പ്രത്യക്ഷനായി. യോഹന്നാൻ 20-ന്റെ 24 മുതൽ. ഗലീലയിൽ അവൻ 2 പ്രാവശ്യം പ്രത്യക്ഷമായതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാമതായി തിബരിയോസ് തടാകത്തിൻ്റെ കരയിൽ 7 ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. യോഹന്നാൻ 21-ൽ. രണ്ടാമത് ഒരു മലമുകളിൽ അപ്പോസ്തലന്മാർക്കും വേറെ 500 സഹോദരന്മാർക്കും അവൻ പ്രത്യക്ഷനായി എന്ന് 1 കൊരിന്ത്യർ 15-ന്റെ 6-ൽ വായിക്കുന്നു. യെരുശലേമിലും ബഥാനിയയിലും അവൻ വീണ്ടും പ്രത്യക്ഷനാകുന്നു. ആദ്യം യാക്കോബിന് പ്രത്യക്ഷനായതിനെക്കുറിച്ച് 1 കൊരിന്ത്യർ 15-ന്റെ 7-ൽ വായിക്കുന്നു.
പിന്നെ 11 പേർക്ക് പ്രത്യക്ഷനായതിനെക്കുറിച്ച് യോഹന്നാനെ ഒഴിച്ച് മറ്റെല്ലാ സുവിശേഷകന്മാരും രേഖപ്പെടുത്തുന്നുണ്ട്. ഇനിയും വിശുദ്ധ പൗലോസിനുണ്ടായ പ്രത്യക്ഷതകളെക്കുറിച്ച് നമുക്ക് നോക്കാം. ഒന്നാമതായി ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് യേശു പൗലോസിന് പ്രത്യക്ഷനായി. രണ്ടാമത് ദൈവാലയത്തിൽ വെച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു പൗലോസിന് പ്രത്യക്ഷപ്പെട്ടു. സ്തേഫാനോസിന് യെരുശലേമിന് വെളിയിൽ വെച്ചും യോഹന്നാന് പത്മോസ് എന്ന ദ്വീപിൽ വെച്ചും യേശു പ്രത്യക്ഷപ്പെട്ടു. യേശുവിൻ്റെ പ്രത്യക്ഷതകളെല്ലാം സത്യമായിരുന്നു, ശിഷ്യന്മാരുടെ തോന്നലല്ലായിരുന്നു. അവൻ വാസ്തവമായി ഉയർത്തെഴുന്നേറ്റിരുന്നു. യേശു ശാരീരികമായി ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന് സ്ഥാപിക്കുവാൻ ആദ്യ നൂറ്റാണ്ടുകളിൽ തുടരുന്ന ആ ശ്രമം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ യേശുവിനെ രാജാവായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ അതിശയവും മർമ്മപ്രധാനവുമായ ഭാഗങ്ങൾ ഇതിൽ കാണുന്നുണ്ട്. അവിടുന്ന് ഒരു രാജാവായി ജനിച്ചു, അവനൊരു രാജാവായി ജീവിച്ചു, അവനൊരു രാജാവായി മരിച്ചു. മരിച്ചവരുടെ ഇടയിൽ നിന്നും ഒരു രാജാവായി അവൻ ഉയർത്തെഴുന്നേറ്റു. വിശുദ്ധ മത്തായിയിൽ ഭൂകമ്പത്തെക്കുറിച്ചും ദൈവദൂതൻ ഇറങ്ങി വരുന്നത്, കല്ലുരുട്ടി മാറ്റുന്നത്, കാവൽക്കാർ ഭയപ്പെടുന്നത്, മതനേതാക്കന്മാർ ശൂന്യമായ കല്ലറയുടെ വിവരം മറച്ചു വെക്കുവാൻ ശ്രമിക്കുന്നത്, ഇവയെല്ലാം കാണാൻ സാധിക്കും. രാജാവായ യേശു രാജാവായി തന്നെ ഉയർത്തെഴുന്നേറ്റു. ഇനിയും അതിനുശേഷം സംഭവിച്ചതാണ് 28-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. അതിൻ്റെ 1-ാം വാക്യത്തിൽ കാണുന്നത്, ശബത്ത് കഴിഞ്ഞ് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം വെളുക്കുമ്പോൾ മഗ്ദലക്കാരത്തി മറിയയും മറ്റേ മറിയയും കല്ലറ കാണുവാൻ ചെന്നു. മറ്റ് സുവിശേഷങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, ഈ സ്ത്രീകൾ യേശുവിൻ്റെ ശരീരത്തിൽ പൂശുവാൻ സുഗന്ധദ്രവ്യങ്ങളുമായിട്ടാണ് വന്നത്. മറ്റേ മറിയ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്നാരാകുന്നു എന്ന് പറഞ്ഞറിയിക്കുവാൻ പ്രയാസമാണ്. അനേകം മറിയമാരെക്കുറിച്ച് സുവിശേഷങ്ങളിൽ നാം വായിക്കുന്നുണ്ടല്ലോ. പാരമ്പര്യം പറയുന്നത് യാക്കോബിൻ്റെയും യോസയുടെയും അമ്മ മറിയയായിരുന്നു എന്നത്രേ. 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ല് ഉരുട്ടി നീക്കി അതിന്മേൽ ഇരുന്നിരുന്നു. യേശുവിനെ പുറത്ത് കൊണ്ടുവരുവാനായി ദൂതൻ കല്ലുരുട്ടി മാറ്റുകയല്ലായിരുന്നു. മനസ്സിലായല്ലോ. അതിനു മുമ്പ് തന്നെ യേശു കല്ലറയ്ക്ക് പുറത്തായി കഴിഞ്ഞു. എന്നാൽ യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് കല്ലറയ്ക്കകത്ത് കടക്കുവാനാണ് ഈ കല്ലുരുട്ടി മാറ്റിയത്. 3-ഉം 4-ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, അവൻ്റെ രൂപം മിന്നലിനൊത്തതും അവൻ്റെ ഉടുപ്പ് ഹിമം പോലെ വെളുത്തതുമായിരുന്നു. കാവൽക്കാർ അവനെ കണ്ട് പേടിച്ച് വിറച്ച് മരിച്ചവരെ പോലെയായി. ദൈവദൂതന്മാരെക്കുറിച്ചുള്ള വിവരണം ശ്രദ്ധാർഹമാണ്. കാരണം ഇപ്രകാരത്തുള്ള വിവരണം തിരുവചനത്തിൽ സാധാരണയല്ല. മറ്റ് വിവരണങ്ങൾ ദാനിയേൽ പ്രവചനം 10:6 വെളിപ്പാട് 10:1 ഒക്കെ നമുക്ക് കാണാവുന്നതാണ്. ഈ സംഭവത്തിന് ശേഷം ആ സ്ഥലം വിടുവാൻ ആ കാവൽക്കാർക്ക് വലിയ സന്തോഷമായിരുന്നിരിക്കുമില്ലേ? ദൂതൻ്റെ മുമ്പിൽ അവർ അശക്തരായിരുന്നു. 28-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ നാം കാണുന്നത്, ദൂതൻ സ്ത്രീകളോട് ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അലൗകികമായത് ലൗകികമായതിനെ സ്പർശിക്കുമ്പോൾ എപ്പോഴും ഭയമുളവാക്കുന്ന പ്രതീതിയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ദൂതൻ ഭയപ്പെടേണ്ട എന്നവരോട് പറഞ്ഞത്. 6-ാം വാക്യത്തിൽ, അവൻ ഇവിടെയില്ല, താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു, അവൻ കിടന്ന സ്ഥലം വന്ന് കാൺമീൻ. ഉയർത്തെഴുന്നേൽപ്പിനെ ദൈവം തന്നെ പരസ്യം ചെയ്യുന്നതത്രേ ഇവിടെ കാണുന്നത്. കല്ലറവാതിൽ അടച്ചു വെച്ചിരുന്ന കല്ല് ഉരുട്ടി മാറ്റുന്നതിന് മുമ്പ് തന്നെ യേശു കല്ലറ വിട്ടതായിരുന്നു. പിന്നീട് വാതിൽ അടച്ചിരുന്ന മുറിയിൽ അവൻ പ്രവേശിക്കുന്നത് നാം കാണുന്നുവല്ലോ. താൻ പിറന്നു വീണ ശരീരത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ശരീരമായിരുന്നു യേശുവിൻ്റെ തേജസ്കരിക്കപ്പെട്ട ശരീരം എന്ന് ഇപ്പോൾ മനസ്സിലായോ? 7-ാം വാക്യത്തിൽ നാം കാണുന്നു, അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് വേഗം ചെന്ന് അവൻ്റെ ശിഷ്യന്മാരോട് പറവിൻ, അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയ്ക്ക് പോകുന്നു, അവിടെ നിങ്ങൾ അവനെ കാണും, ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. ദൂതൻ യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ച് നടത്തിയ പ്രസ്താവന ഇവിടെ അവസാനിക്കുകയാണ്. ഇതു മുതൽ പറഞ്ഞിരിക്കുന്ന ദൂത് മനുഷ്യൻ്റെ അധരങ്ങൾ കൊണ്ടാണ്. വരിക, കാണുക, വേഗം പോകുക, അറിയിക്കുക എന്നൊക്കെയുള്ളത്. പക്ഷേ ഏതെങ്കിലും ഒരു വ്യക്തി ഉയർപ്പിനെക്കുറിച്ച് സാക്ഷിക്കുവാൻ ശ്രമിക്കുന്നതിന് മുൻപ് ആ വ്യക്തിക്ക് യേശുക്രിസ്തുവിൻ്റെ ശാരീരികമായ ഉയർപ്പിനെക്കുറിച്ച് അചഞ്ചലമായൊരു വിശ്വാസം ഉണ്ടായിരിക്കണം.
തുടർന്ന് യേശു 2 മറിയമാർക്ക് പ്രത്യക്ഷപ്പെടുന്നതിനെക്കുറിച്ചാണ് നാം വായിക്കുന്നത്. 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, അങ്ങനെ അവർ വേഗത്തിൽ ഭയത്തോടും മഹാസന്തോഷത്തോടും കൂടി കല്ലറ വിട്ട് അവൻ്റെ ശിഷ്യന്മാരോട് അറിയിപ്പാൻ ഓടിപ്പോയി. എന്നാൽ യേശു അവരെ എതിരേറ്റ് നിങ്ങൾക്ക് വന്ദനം എന്ന് പറഞ്ഞു. അവർ അടുത്ത് ചെന്ന് അവൻ്റെ കാൽ പിടിച്ച് അവനെ നമസ്കരിച്ചു. യേശു അവരോട്, ഭയപ്പെടേണ്ട, നിങ്ങൾ പോയി എൻ്റെ സഹോദരന്മാരോട് ഗലീലയ്ക്ക് പോകുവാൻ പറവീൻ, അവിടെ അവർ എന്നെ കാണും എന്ന് പറഞ്ഞു. ഈ സ്ത്രീകളുടെ സമ്മിശ്രമായ വികാരങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. അവർ ഭയത്തോടും മഹാസന്തോഷത്തോടും കൂടി കല്ലറ വിട്ടു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടുത്തെ 9-ാം വാക്യത്തിലും യോഹന്നാൻ 20:17 യേശു മഗ്ദലക്കാരത്തി മറിയുമായി സംസാരിക്കുന്നതിൽ ഒരു വിപരീതത്വം തോന്നുന്നുണ്ടോ? യേശു അവളോട്, എന്നെ തുടരുത്, ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കൽ കയറി പോയില്ല, എങ്കിലും നീ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവൻ്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു എന്ന് അവരോട് പറക എന്ന് പറഞ്ഞു. ഇതിൻ്റെ ഒരു വിശദീകരണം എന്തെന്നാൽ, ഈ 2 പ്രത്യക്ഷതകൾക്കും ഇടയ്ക്കുള്ള സമയം യേശു സ്വർഗത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് തൻ്റെ വിലയേറിയ രക്തവുമായി കയറിപ്പോയിട്ടുണ്ട് എന്നത്രേ. ഇനി ഇതാ അവരെ ഗലീലയിൽ കാണാമെന്നൊരു ഉറപ്പ് അവൻ അവർക്ക് നൽകി. തൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ എത്ര വ്യക്തമായിട്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഒരു സംശയത്തിനും വഴിയില്ലാത്ത വിധം യേശുവിൻ്റെ ശാരീരിക ഉയർത്തെഴുന്നേൽപ്പ് ഒരു യാഥാർത്ഥ്യമായി നിലകൊള്ളുന്നു. 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവർ പോകുമ്പോൾ കാവൽക്കൂട്ടത്തിൽ ചിലർ നഗരത്തിൽ ചെന്ന് സംഭവിച്ചതെല്ലാം മഹാപുരോഹിതന്മാരോട് അറിയിച്ചു. യേശുവിൻ്റെ കല്ലറ കാവൽ കാക്കുവാൻ നിയോഗിക്കപ്പെട്ടിരുന്ന കാവൽക്കാർ പട്ടണത്തിൽ ചെന്ന് മഹാപുരോഹിതന്മാരോട് സംഭവിച്ചത് അറിയിച്ചു. സത്യത്തിൽ യേശു ആ കല്ലറയിൽ നിന്നും എഴുന്നേറ്റ് പോയത് എപ്പോഴാണെന്ന് കാവൽക്കാർ അറിഞ്ഞിരുന്നില്ല. അവർക്കാകെ അറിയാമായിരുന്നത് കല്ലറയുടെ വാതിൽക്കൽ വെച്ചിരുന്ന കല്ല് ഉരുട്ടി മാറ്റിയ ശേഷം അവർ അകത്തേക്ക് നോക്കിയപ്പോൾ കണ്ടത് മാത്രമാണ്. അവിടെ ആരും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രം. സംഭവിച്ചതെല്ലാം കൂടി അവരെ ഭയത്താൽ മരിച്ചവരെ പോലെ ആക്കി. അവരുടെ കൺമുമ്പിൽ വെച്ച് യേശുവിൻ്റെ ശരീരം അപ്രത്യക്ഷമാകുവാൻ ഇടയായതിന് വേണമെങ്കിൽ അവർക്ക് മരണശിക്ഷ കൽപ്പിക്കാമായിരുന്നു. 12ഉം 13ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, അവർ ഒന്നിച്ചുകൂടി മൂപ്പന്മാരുമായി ആലോചന കഴിച്ചിട്ട് പടയാളികൾക്ക് വേണ്ടുവോളം പണം കൊടുത്തു. അവൻ്റെ ശിഷ്യന്മാർ രാത്രിയിൽ വന്ന്, ഞങ്ങൾ ഉറങ്ങുമ്പോൾ അവനെ കട്ടുകൊണ്ടുപോയി എന്ന് പറവീൻ. ഇതൊരിക്കലും അംഗീകരിക്കുവാൻ സാധിക്കുന്ന ഒരു വിശദീകരണമല്ല. ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി ഒരു പടയാളിയെ, ഒരു റോമൻ പടയാളിയെ തന്നെ കാവൽ നിർത്തിയത് ഒന്ന് ഊഹിച്ച്. അവനെ സൂക്ഷിക്കുവാൻ ഏൽപ്പിച്ച കാര്യം ആരെങ്കിലും വന്ന് മോഷ്ടിച്ചെന്നിരിക്കട്ടെ. അങ്ങനെ വരുമ്പോൾ അവരുടെ ഓഫീസർ അതിനൊരു വിശദീകരണം ആരാഞ്ഞപ്പോൾ, ഞാൻ ഉറങ്ങുമ്പോൾ അങ്ങനെ സംഭവിച്ചു എന്ന പടയാളി മറുപടി പറയുമോ? പറഞ്ഞാൽ തന്നെ സംഭവിക്കാവുന്ന കാര്യം നമുക്ക് ഊഹിക്കാമല്ലോ. 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, വസ്തുത നാടുവാഴിയുടെ സന്നിധാനത്തിൽ എത്തിയെങ്കിലോ ഞങ്ങൾ അവനെ സമ്മതിപ്പിച്ച് നിങ്ങളെ നിർഭയരാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, ഈ വാർത്ത ഗവർണറുടെ അടുത്തെത്തിയാൽ നിങ്ങളെ രക്ഷിക്കുവാൻ ഞങ്ങളുണ്ട് എന്ന് ഈ മഹാപുരോഹിതന്മാർ അവർക്ക് ഉറപ്പ് കൊടുക്കുകയാണ്. 15-ാം വാക്യത്തിൽ, അവർ പണം വാങ്ങി ഉപദേശപ്രകാരം ചെയ്തു. ഈ കഥ ഇന്നുവരെ യഹൂദന്മാരുടെ ഇടയിൽ പരക്കെ നടപ്പായിരിക്കുന്നു. വില കുറഞ്ഞ ഉപാധി നാട്ടിൽ പരത്തുവാൻ ഒരു കൈക്കൂലി മതിയായിരുന്നു. യേശുവിൻ്റെ ശാരീരികമായ ഉയർത്തെഴുന്നേൽപ്പിനെ തെറ്റെന്ന് തെളിയിക്കുവാൻ 1-ാം നൂറ്റാണ്ടിൽ കണ്ടുപിടിച്ച ഒഴികഴിവ് ഇതത്രേ. കഴിഞ്ഞ 2000 വർഷങ്ങളായി അവിശ്വാസം ഈ വിധത്തിലുള്ള കള്ളക്കഥകൾ കെട്ടിച്ചമച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അവയിലൊന്നും ദൈവവചന സത്യത്തെ ചോദ്യം ചെയ്യത്തക്ക വിധം വ്യക്തമായ തെളിവുകളുള്ളവയല്ല. 28-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തു നൽകുന്ന വലിയ നിയോഗമാണ് നാം കാണുന്നത്. സകല ജാതികളോടും യേശുവിൻ്റെ സുവിശേഷം അറിയിച്ച് എല്ലാവരെയും അവൻ്റെ ശിഷ്യരാക്കുവാൻ യേശു നിയോഗം നൽകി. അന്നത്തേതുപോലെ തന്നെ ഇന്നും അത് പ്രാവർത്തികമാകും. ഇത് നമ്മോടും കൂടി പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ദൈവമക്കളെന്ന് അഭിമാനിക്കുന്ന ഏവരും ഈ കൽപ്പന അനുസരിക്കേണ്ടതത്രേ. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന യേശുവിൻ്റെ നിയോഗം ബൈബിളിൽ മറ്റുള്ള ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള നിയോഗവുമായി ബന്ധപ്പെടുത്തി വേണം നാം ചിന്തിക്കുവാൻ. പ്രത്യേകിച്ചും അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകുമെന്ന് കർത്താവ് പറഞ്ഞ ആ നിയോഗത്തോട് ചേർത്ത്
നാം അവൻ്റെ സാക്ഷികളാകണം. നാം ഉയരത്തിൽ നിന്നുള്ള ശക്തി പ്രാപിച്ചിട്ട് വേണം സാക്ഷികളാകാൻ. 16-17 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, എന്നാൽ 11 ശിഷ്യന്മാർ ഗലീലയിൽ യേശു അവരോട് കൽപ്പിച്ചിരുന്ന മലയ്ക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു, ചിലരോ സംശയിച്ചു. ചിലർ നമസ്കരിച്ചു, ചിലരോ സംശയിച്ചു. കഴിഞ്ഞ 2000 വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ് സുഹൃത്തെ. നിങ്ങളും ഇതിലേതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെടും. ഒന്നുകിൽ നമസ്കരിച്ചവരുടെ വിഭാഗത്തിൽ, അല്ലെങ്കിൽ സംശയിച്ചവരുടെ കൂട്ടത്തിൽ. സംശയിച്ചു നിൽക്കാതെ യേശുവിൻ്റെ അടുത്ത് വന്ന് അവനെ നമസ്കരിക്കൂ. 18-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, യേശു അടുത്ത് ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. യേശു ഇവിടെ രാജാവായിട്ടാണ് സംസാരിക്കുന്നത്. 19-ാം വാക്യത്തിൽ, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. നമുക്ക് നൽകിയിരിക്കുന്ന നിയോഗമത്രേ, അതെത്ര വലുതാണെന്ന് ഓർക്കുക. എന്നിട്ട് പറയുകയാണ്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. ഈ വലിയ നിയോഗത്തിൽ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, സകല അധികാരവും ഉള്ളവനായ യേശു ക്രിസ്തുവാണ് ഈ നിയോഗം നൽകിയിരിക്കുന്നത്. 2, ഈ നിയോഗപ്രകാരം നാം പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ പ്രവർത്തന മേഖല സകല ജാതികളുടെയും ഇടയിലാണ്. ജാതി മത രാഷ്ട്രീയ ചിന്തയ്ക്ക് അതീതമായി ഭാഷയുടെയോ വർണ്ണത്തിൻ്റെയോ വ്യത്യാസമന്യേ സകല ജാതികളെയും യേശുക്രിസ്തുവിൻ്റെ ശിഷ്യരാക്കുക എന്നതാണ് ഈ നിയോഗത്തിലെ കൽപ്പന. 3-മതായി, വലിയ നിയോഗത്തോടനുബന്ധിച്ച് നമ്മെ ശക്തീകരിക്കുന്ന സംഗതി, എല്ലാ നാളും യേശു കർത്താവ് തനിക്കുള്ളവരോട് കൂടെ ഇരിക്കുമെന്നുള്ള അവിടുത്തെ വാഗ്ദത്തമാണ്. എത്ര അനുഗ്രഹീതമായ വാഗ്ദത്തമല്ല! ഈ അനുഗ്രഹം പ്രാപിച്ച് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് അരുളി ചെയ്ത ജീവിക്കുന്ന കർത്താവിനെയാണ് സുവിശേഷങ്ങൾ നമ്മൾക്ക് വെളിപ്പെടുത്തുന്നത്. അവിടുന്ന് ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കുന്നുവെന്ന് തിരിച്ചറിയുന്ന ഒരു വിശ്വാസിക്ക് കർത്താവിൻ്റെ സാന്നിധ്യം എല്ലായ്പ്പോഴും അനുഭവിച്ചറിയാൻ സാധിക്കും. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അവിടുന്ന് സമീപസ്ഥനായ ദൈവമാണ്. ആ ദിവ്യ സാന്നിധ്യവും നിത്യമായി അനുഭവിച്ചറിയുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഞങ്ങളോടൊപ്പം ഈ പഠനത്തിൽ പങ്കാളികളായ എല്ലാവരോടുമുള്ള ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.